വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണം 338ആയി. ദുരന്തത്തിൽ 29 കുട്ടികൾ മരിച്ചെന്നും സ്ഥിരീകരണം. 146 മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. തിരിച്ചറിയാൻ കഴിയാത്ത 74 മൃതദേഹങ്ങൾ ഇന്ന് പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. ദുരന്തമുഖത്ത് ആശ്വാസമേകാൻ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ വയനാട്ടിലെത്തി. ആർമി ക്യാമ്പിലെത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിയത്. ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്തഭൂമിയായ മുണ്ടക്കൈയിലേക്ക് തിരിച്ചു. നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ താരം സംഭാവന ചെയ്തിരുന്നു. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്രം. കേരളത്തിലെ 131 വില്ലേജുകൾ. കരട് വിജ്ഞാപന പ്രകാരം വയനാട്ടിലെ 13 വില്ലേജുകളും പരിസ്ഥിതിലോല മേഖലയിൽ ഉൾപ്പെടുന്നുണ്ട്. കേരളത്തിലാകെ 9993.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കരട് വിജ്ഞാപന പ്രകാരം പരിസ്ഥിതിലോലമാകും. കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലായിട്ടാണ് 56,825.7 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പ്രദേശം പരിസ്ഥിതിലോലമായി പ്രഖ്യാപിക്കുക. കാശ്മീർ ആക്രമണം അപൂർവ നടപടിയുമായി കേന്ദ്രം. BSF ഡയറക്ടർ ജനറലിനെ കേരളത്തിലേക്ക് തിരിച്ചയച്ചു. ജമ്മു കാശ്മീർ ജനങ്ങൾക്കും സൈനികർക്കുമെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ തന്ത്രങ്ങളിൽ കാര്യമായ മാറ്റത്തിനൊരുങ്ങി സൈന്യം. കഴിഞ്ഞ 2 മാസത്തിനിടെ ആക്രമണങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു. കാലങ്ങളായി ആക്രമണമില്ലാതിരുന്ന മേഖലകളിലും സമാധാന അന്തരീക്ഷം തകർന്നത് സൈന്യം ഗൗരവത്തോടെയാണ് കാണുന്നത്. വയനാട് ഉരുൾപൊട്ടലിൽ അമിത്ഷായ്ക്കെതിരെ അവകാശലംഘന നോട്ടീസ്. ലോക്സഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് കോൺഗ്രസ്. വയനാട് ഉരുൾപൊട്ടലിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് നോട്ടീസ്. ലോക്സഭയെ മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ജയറാം രമേശ്, ദിഗ്വിജയ് സിംഗ് എന്നിവർ നൽകിയ നോട്ടീസിൽ പറയുന്നത്. മുന്നറിയിപ്പില്ലായിരുന്നുവെന്ന് പ്രധാന മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു.